ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 6ലെ ബാലരാമകഥ എന്ന പാഠ്യപുസ്തകത്തിലെ ജംഗൽ और जनकपुर എന്ന അധ്യായത്തിലെ രണ്ടാം ഭാഗമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. महर्षि का आश्रम वहाँ से अधिक दूर नहीं था, लेकिन तब तक रात हो चली थी. विश्वामित्र ने वह दूरी अगले दिन तय करने का निर्णय लिया. ताड़का मर चुकी थी, उसका भय नहीं था. तीनों ने रात वहीं बिताई. ताड़का वन में जो अब पूरी तरह भयमुक्त था. മഹർഷിയുടെ ആശ്രമം അവിടെ നിന്ന് അധിക ദൂരം ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ തന്നെ രാത്രി ചെലവഴിക്കാൻ വിശ്വാമിത്ര മഹർഷി തീരുമാനിച്ചു. അടുത്ത ദിവസത്തേക്ക് യാത്ര മാറ്റിവെച്ചു. താടക മർ ചുക്കി തി ഉസ്കാ ഭയ നഹി താ. താടക മരിച്ചിരുന്നു, അതുകൊണ്ട് താടകയുടെ ഭയവുമില്ലായിരുന്നു. 3 പേരും അവിടെ തന്നെ രാത്രി സമയം ചെലവഴിച്ചു. താടക വൻമേ ജോ അബ് പൂരി തര ഭയമുക്തത. ഇപ്പോൾ അത് ഭയമുക്തായിരുന്നു, അതായത് ആർക്കും അവിടെ ജീവിക്കാൻ ഭയം ഇല്ലായിരുന്നു. सुबह जंगल बदला हुआ था. अब वह ताड़का वन नहीं था, क्योंकि ताड़का नहीं थी. भयानक आवाज़ें गायब हो चुकी थी. पत्तों से गुजरती हवा थी, उसकी सरसराहट का संगीत था. चिड़ियों की चहचहाहट थी, शांति थी. तस्वीर बदल गई थी. രാവിലെ ആയപ്പോൾ അവിടുത്തെ എല്ലാ അന്തരീക്ഷം തന്നെ മാറിയിരുന്നു. അതായത് താടകാവനത്തിൽ ഇപ്പോൾ താടക ഇല്ലായിരുന്നു. ആ ഭയാനകമായിട്ടുള്ള ശബ്ദങ്ങളുമൊന്നും അവിടെ കേൾക്കാനില്ലായിരുന്നു. അവിടെ ആകെ ഉണ്ടായിരുന്നത് നല്ല ഇളം കാറ്റിൽ ആടുന്ന ഇലകളും ഇലകളുടെ ആ സർസറാഹട്ട് ക സംഗീത് താ. ഫിർ ചിടിയോം കി ചഹചഹാഹട്ട്, പക്ഷികളുടെ ആ ശബ്ദവും, പിന്നെ ശാന്തി തീ, സമാധാനമുണ്ടായിരുന്നു അവിടെ. പിന്നെ തസ്വീർ ബദൽ ഗയി തീ, ആ അന്തരീക്ഷം തന്നെ മാറിയിരുന്നു. सिद्धाश्रम का अंतिम पड़ाव था महर्षि का आश्रम. रास्ता छोटा भी था, मनोहारी भी. प्राकृतिक सौंदर्य का आनंद लेते तीनों लोग जल्दी ही आश्रम पहुंच गए. आश्रम वासियों ने उनकी अगवानी की, अभिनंदन किया. उनकी प्रसन्नता दुगनी हो गई थी. महर्षि विश्वामित्र के आश्रम लौटने की खुशी, राम लक्ष्मण के आगमन का सुख. അവർ സിദ്ധാശ്രമത്തിൻ്റെ അന്തിം പടാവ് ത മഹർഷിക്ക് ആശ്രമം, മഹർഷിയുടെ ആശ്രമം അവിടെയായിരുന്നു. രാസ്ത ഛോട്ടാ ബി ത, ചെറിയ വഴിയായിരുന്നു, എന്നാലും സുന്ദരമായ അന്തരീക്ഷമായിരുന്നു. അവർ പോയിക്കൊണ്ടിരുന്ന ആ വഴിയിൽ പ്രാകൃതിക സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് അവർ മുന്നോട്ട് നീങ്ങി. തീനും ലോക് ജൽദി ഹി ആശ്രം പਹੁഞ്ച, അങ്ങനെ വേഗം അവർ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. ആശ്രംവാസിയോനെ ഉൻകി അഗ്വാനിക്ക്, ആശ്രമത്തിലെ അന്തേവാസികൾ അവരെ ആനയിച്ചു കൊണ്ടുവന്നു. അഭിനന്ദൻ കിയ, അവരെ അഭിനന്ദിച്ചു. ഉൻകി പ്രസന്നത ദുഗുനി ഹോ ഗയി തി, അവരുടെ സന്തോഷം ഇരട്ടിയായി. കാരണം മഹർഷി വിശ്വാമിത്രൻ തിരിച്ചു വന്നു. അതുമാത്രമല്ല, രാമലക്ഷ്മൺ കെ ആഗമൻ കാ സുഖ്, രാമലക്ഷ്മണൻ്റെ വരവിൻ്റെ ആ സന്തോഷവും അവർക്ക് ഉണ്ടായിരുന്നു. विश्वामित्र यज्ञ की तैयारियों में लग गए. अनुष्ठान प्रारंभ हुआ. आश्रम की रक्षा की जिम्मेदारी राम लक्ष्मण को सौंपकर महर्षि आश्वस्त थे. अनुष्ठान अपने अंतिम चरण में था, पूरा होने वाला था कुछ ही दिनों में. विश्वामित्र यज्ञ की तैयारियों में लग गए. വിശ്വാമിത്ര മഹർഷി യാഗത്തിൻ്റെ തയ്യാറി, അതായത് അതിൻ്റെ തയ്യാറെടുപ്പിലോട്ട് മുഴുകി. അനുഷ്ഠാൻ പ്രാരംഭ ഹുവ, അങ്ങനെ യാഗം തുടങ്ങി. ആശ്രം കി രക്ഷാ കി ജിമ്മെദാരി രാം ലക്ഷ്മൺ കോ സോംപ്കർ മഹർഷി ആശ്വസ്ത थे. ആശ്രമത്തിൻ്റെ സുരക്ഷയുടെ ചുമതല രാമലക്ഷ്മണന്മാർക്ക് ഏൽപ്പിച്ച് സോംപ്കർ മഹർഷി ആശ്വസ്ത थे, മഹർഷി ആശ്വസിച്ചു. അനുഷ്ഠാൻ അപ്നെ അന്തിം ചരൺ മേ ഥാ. അനുഷ്ഠാൻ, അതായത് യാഗം അവസാനത്തെ ചരണത്തിലായിരുന്നു. പൂരാ ഹോനെ വാലാ ഥാ കുച്ച് ഹി ദിനോ മേ, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അത് തീരുമായിരുന്നു. 5 दिन तक सब ठीक ठाक चल रहा, शांति से, निर्विघ्न. लगता था कि राजकुमारों की उपस्थिति ने ही राक्षसों को भगा दिया है. राम और लक्ष्मण ने यज्ञ पूरा होने तक न सोने का निर्णय किया. वे लगातार जागते रहे, चौकस रहे. कमर में तलवार, पीठ पर तुनीर, हाथ में धनुष, प्रत्यंचा चढ़ी हुई, हर स्थिति के लिए तैयार. അങ്ങനെ 5 ദിവസങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയി, സമാധാനത്തോടെ, ഒരു വിഘ്നവും ഇല്ലാതെ. അങ്ങനെ
രാജകുമാരന്മാരുടെ ഉപസ്ഥിതി തന്നെ രാക്ഷസന്മാരെ ഓടിച്ചു എന്ന രീതിയിലാണ് ആ സമയം തോന്നിയിരുന്നത്. राम और लक्ष्मण ने यज्ञ पूरा होने तक न सोने का निर्णय किया. ശ്രീരാമ ലക്ഷ്മണന്മാരെ തീരുമാനിച്ചു യാഗം പൂർത്തിയാവുന്നതുവരെ അവർ ഉറങ്ങത്തില്ല എന്ന രീതിയിൽ. ചോക്കസ് റഹേ, നല്ല ശ്രദ്ധയോടെ അവർ നിന്നു. അതായത് എല്ലാ തയ്യാറെടുപ്പോടെ, അതായത് കമർമെ തൽവാർ, വാളും പിന്നെ അമ്പും വില്ലും എല്ലാമായിട്ട് അവർ തയ്യാറായി നിന്നു. ഏത് സ്ഥിതിയെയും ഫേസ് ചെയ്യാനായിട്ട്, ഏത് സ്ഥിതി വന്നാലും അവർ തയ്യാറായിട്ട് നിന്നു. अनुष्ठान का अंतिम दिन अचानक भयानक आवाज़ों से आसमान भर गया. सुबाहु और मारीच ने राक्षसों के दल बल के साथ आश्रम पर धावा बोल दिया. मारीच क्रोधित था, यज्ञ के अलावा भी इस बात से कि राम लक्ष्मण ने उसकी माँ को मारा था, ताड़का को. അനുഷ്ഠാൻ കാ അന്തിം ദിൻ, അതായത് അവസാന ദിവസമായിരുന്നു യാഗത്തിൻ്റെ. അച്ചാനക് ഭയാനക് ആവാസ് സേ ആസ്മാൻ ഭർ ഗയ, പെട്ടെന്ന് ആകാശം മുഴുവനും എന്തൊക്കെയോ ശബ്ദങ്ങൾ, ഒരു ഭയാനകമായിട്ടുള്ള ശബ്ദങ്ങൾ കൊണ്ട് നിറഞ്ഞു. സുബാഹു മാരീജി എന്ന രാക്ഷസന്മാരായിരുന്നു അവർ. ദൽ ബൽ കെ സാത്ത്, ബാക്കി രാക്ഷസന്മാരുടെ കൂടെ അവിടെ എത്തി. ആശ്രമത്തെ അവർ ആക്രമിച്ചു. മാരിച്ച് ക്രോധിത്ത, മാരിച്ചിന് ഭയങ്കര ക്രോധമായിരുന്നു, അതായത് ദേഷ്യമായിരുന്നു. യജ്ഞയ്ക്ക് അലാവാ ഭി ഇസ് ബാത് സെ കി രാം ലക്ഷ്മൺ നെ ഉസ്കി മാ കോ മാറാ ഥാ. തൻ്റെ യാഗം നശിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ മാത്രമല്ല മാരീജ് വന്നത്, രാമലക്ഷ്മണന്മാരെയും കൂടെ വധിക്കണം, അതായത് തൻ്റെ മാതാവിനെ അവർ വധിച്ചതാണ്. അതുകൊണ്ട് ആ ദേഷ്യവും മാരീജിന് ഉണ്ടായിരുന്നു. राम ने राक्षसों का हमला होते ही कार्रवाई की, धनुष उठाया और मारीच को निशाना लगाया. मारीच बाण लगते ही मूर्छित हो गया. बाण के वेग से बहुत दूर जाकर गिरा, समुद्र के किनारे. वह मरा नहीं. जब होश आया तो उठकर दक्षिण दिशा की ओर भाग गया. राम का दूसरा बाण सुबाहु को लगा, उसके प्राण वहीं निकल गए. सुबाहु के मरने पर राक्षस सेना में भगदड़ मच गई. वे चीखते चिल्लाते भागे. कुछ लक्ष्मण के बाणों का शिकार हुए और अन्य जान बचाकर भाग गए. राम ने राक्षसों का हमला होते ही कार्रवाई की. राम രാക്ഷസന്മാരെ ആക്രമിച്ചതോടെ ഉടനെ എന്തൊക്കെയാണോ ചെയ്യേണ്ടിയിരുന്നത് എല്ലാം, അതായത് ശ്രീരാമനും ലക്ഷ്മണനും തയ്യാറായിരുന്നു അല്ലേ. ധനുഷ് ഉഠായ ഓർ മാരീച്ച് കോ നിശാന ലഗായ, മാരീച്ചിനെ അമ്പ് എയ്തു തുടങ്ങി. മാരീച്ച് ബാൺ ലഗ്തേ മൂർച്ഛിത് ഹോ ഗയ, അങ്ങനെ ബോധം ക്ഷയിച്ചു, മാരീച്ചിന് ബോധമില്ലാതായി. ബാൺ കെ വേഗ് സെ ബഹുത് ദൂർ ജാക്കർ ഗിട, ആ അമ്പ് എയ്തതിൻ്റെ ആ ഇതുകൊണ്ട് മാരീച്ച് ദൂരെ പോയി കിടന്നു, അതായത് സമുദ്രക്കെ കിനാരി അവിടെ പോയി കിടന്നു. വ മറാ നഹി, മരിച്ചിട്ടില്ലായിരുന്നു. ജബ് ഹോഷ് ആയ തോട്ട്കർ ദക്ഷിൺ ദിശാക്കി ഓർ ഭാഗ, ബോധം വന്നപ്പോൾ ദക്ഷിണ ദിശത്തിലോട്ട് ഓടി മറഞ്ഞു. രാം കാ ദൂസറാ ബാൺ, രണ്ടാമത്തെ ബാണം സുബാഹുവിന് കൊണ്ടു. ഉസ്കെ പ്രാൺ വഹി നിക്കൽ ഗയ, അങ്ങനെ അവിടെ തന്നെ സുബാഹു വധിക്കപ്പെട്ടു. സുബാഹു के मरने पर राक्षस सेना में भगदड़ मच गई. वे चीखते चिल्लाते भागे. സുബാഹുവിനെ വധിച്ചതോടെ അവിടെ ഉണ്ടായിരുന്ന ബാക്കി രാക്ഷസന്മാരൊക്കെ അവിടെ ഇങ്ങോട്ടേയൊക്കെ പേടിച്ചിട്ട് ഓടാൻ തുടങ്ങി. കുച്ച് ലക്ഷ്മൺ കെ ബാണോ കാ ശിക്കാർ ഹുവേ, കുറച്ച് പേര് ലക്ഷ്മണൻ്റെ അമ്പ് കൊണ്ട് അവർ ചത്തു, കുറച്ചു പേര് അവിടെ മരിച്ചു വീണു. പിന്നെ अन्य जान बचाकर भाग खड़े हुए. महर्षि विश्वामित्र का अनुष्ठान संपन्न हुआ. ബാക്കി രാക്ഷസന്മാരൊക്കെ ഓടി മറഞ്ഞു. മഹർഷി വിശ്വാമിത്രൻ്റെ അനുഷ്ഠാൻ സമ്പന്ന ഹുവ, ആ യാഗത്തിൻ്റെ അനുഷ്ഠാനം അതെല്ലാം പൂർത്തിയായി, അതായത് അനുഷ്ഠാൻ സമ്പന്ന ഹുവ. राम ने महर्षि को प्रणाम करते हुए
ധനുഷ് കാണിക്കാനാണ് ഇവരെ എൻ്റെ കൂടെ കൊണ്ടുവന്നത്. विदेहराज ने महर्षि
അവിടെ നിശബ്ദത പരന്നു. സബ് ചുപ് थे, എല്ലാവരും നിശബ്ദരായിരുന്നു. എല്ലാവരും തമ്മിൽ തമ്മിൽ നോക്കി നിൽക്കുകയായിരുന്നു. सभागार की चुप्पी महाराज जनक ने तोड़ी. उनकी खुशी का ठिकाना न था. उन्हें सीता के लिए योग्य वर मिल गया था. उनकी प्रतिज्ञा पूरी हुई. जनक राज ने कहा, मुनिवर, आपकी अनुमति हो तो मैं महाराज दशरथ के पास संदेश भेजूं. बारात लेकर आने का निमंत्रण. यह शुभ संदेश उन्हें शीघ्र भेजना चाहिए. അങ്ങനെ സഭാഗാർ കി ചുപ്പി, എല്ലാവരും നിശബ്ദരായിട്ട് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പ്രജകളുടെ നിശബ്ദത മാറ്റി ജനക മഹാരാജാവ് സന്തോഷത്തോടെ അവിടെ എത്തി പറഞ്ഞു. ഇനി ജനക മഹാരാജാവിന് തൻ്റെ പുത്രിക്കുള്ള ഉചിതനായ വരൻ ലഭിച്ചിരുന്നു. തൻ്റെ പ്രതിജ്ഞ പൂർത്തിയായി എന്ന സന്തോഷവും ജനക മഹാരാജാവിനുണ്ടായിരുന്നു. അങ്ങനെ ജനക മഹാരാജാവ് മുനിയോട് പറഞ്ഞു, മുനിവർ, ആപ്കി അനുമതി ഹോ തോ മൈ മഹാരാജ് ദശരഥ് കെ പാസ് സന്ദേശ് ഭേജൂ. മുനിവർ, നിങ്ങളുടെ അനുമതി ഉണ്ടെങ്കിൽ ഞാൻ ദശരഥ മഹാരാജാവിന് സന്ദേശം അയച്ചോട്ടെ. ബാരാത്ത് ലേക്കർ ആനേക്ക, പ്രൊസഷനായിട്ട്, അതായത് മാരേജ് പ്രൊസഷൻ, എല്ലാവരും ഇവിടെ വിവാഹത്തിനായിട്ട് എത്തിച്ചേരാനുള്ള നിമന്ത്രണം അയച്ചോട്ടെ. ശുഭ സന്ദേശ് ഉനി ശീഘ്ര ഭേജന ചാഹി. ഈ ശുഭ സന്ദേശം വേഗം അവരെ അയക്കാനുള്ള ആഗ്രഹമുണ്ട് എന്ന് അറിയിച്ചു. महर्षि की अनुमति से दूत अयोध्या भेजे गए सबसे तेज चलने वाले रथों से. അങ്ങനെ മഹർഷിയുടെ അനുമതിയോടെ ദൂതനെ ഈ വിവാഹത്തിൻ്റെ സൂചനയുമായി സന്ദേശവുമായിട്ട് സബ്സെ തേസ് ചലനെ വാലെ, എത്രയും വേഗം എത്താൻ പറ്റുന്ന രഥത്തിൽ അയച്ചു. ഇസ് ബീച്ച് ജനക്പുർ മേ ധൂം മച്ച് ഗയി. ബാരാത്ത് കെ സ്വാഗത് കി തയ്യാരിയാം ഹോനെ ലഗി. അങ്ങനെ എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു. എല്ലാവരും ആഘോഷിക്കാൻ തുടങ്ങി. ബാരാത്ത് കെ സ്വാഗത് കി തയ്യാരിയാം ഹോനെ ലഗി. അവിടെ നിന്ന് വരുന്ന വിവാഹത്തിനായിട്ട് വരുന്ന ആൾക്കാർക്ക് സ്വാഗതം ചെയ്യാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യാൻ തുടങ്ങി. നഗർ കി പ്രസന്നത ചരം പെർത്തി, അങ്ങേയറ്റമായിരുന്നു അവരുടെ ആ നഗരവാസികളുടെ സന്തോഷം. महाराजा जनक का संदेश मिलते ही अयोध्या में भी खुशी छा गई.
കുറേ ദിവസം ഇങ്ങനെ തന്നെ ആനന്ദോത്സവത്തിൻ്റെ പ്രതീതിയായിരുന്നു അയോധ്യയിൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഷെയർ ചെയ്യുക. താങ്ക്